ഇത് കരിമൂണ്ട് ഇനത്തിൽപ്പെട്ട കുരുമുളക് കേട്ടോ. ഏകദേശം 1.5 മാസം പ്രായമായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയും, അത്യാവശ്യം നിറച്ചുകൊണ്ട്. കരിമൂണ്ട് ഒരു ഗ്രോത്ത് കണ്ടില്ലേ, അത്യാവശ്യം തിരിയൊക്കെ പിടിച്ച് വരണേ ഉള്ളൂ. 1.5 മാസം പ്രായമായിട്ടുള്ളൂ. അതിനോട് മെല്ലെ മെല്ലെ പിടിച്ച് വരണേ ഉള്ളൂ കേട്ടോ. 2026 ജൂലൈ മാസത്തിൽ എനിക്ക് ഒരാൾ കുമ്പുക്കലിൻ്റെ വള്ളി തന്നി കേട്ടോ, ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ട് എനിക്ക് തന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മൂപ്പരെ കൃഷി സ്ഥലത്ത് പോയപ്പോൾ മൂപ്പര് പോസ്റ്റുമിലാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഏകദേശം 1.5 മാസം പ്രായമായിട്ടുള്ള ഒരു കുമ്പുക്കലിൻ്റെ ചെറിയൊരു വളർച്ച ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ ഒരുപാട് കുരുമുളക് തൈനെ കുറിച്ചൊരു വളർച്ച അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കുമ്പുക്കലായാലും കരിമുണ്ടയായാലും പിന്നെ അടക്കമുണ്ടുണ്ട്, പിന്നെ കുറേ വ്യത്യസ്തമായ നല്ല കുരുമുളകുണ്ട് കേട്ടോ. പിന്നെ കോഴിക്കോട് റിസർച്ച് സെൻറ്റർ നിർമ്മിച്ച കോഴിക്കോട് റിസർച്ച് സെൻറ്റർ കുറഞ്ഞ നിരക്ക് കുരുമുളക് തൈ കിട്ടും. ഏകദേശം 20 രൂപയുള്ള ഒരു തൈക്ക്. അപ്പോൾ എന്തായാലും കുറഞ്ഞ നിരക്കിലേക്ക് തൈ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കോഴിക്കോട് റിസർച്ച് സെൻറ്റർ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയാം, ഐക്കർ റിസർച്ച് സെൻറ്റർ ഓർ ഐസർ റിസർച്ച് സെൻറ്റർ കോഴിക്കോടിന് അടിച്ചാൽ തീർച്ചയായും ഗൂഗിളിൽ വരും കേട്ടോ. അപ്പോൾ എൻ്റെ കുമ്പുക്കലിലേക്ക് നമുക്ക് പോയി നോക്കാം. ഏകദേശം 1.5 മാസം പ്രായമായിട്ടുള്ള കുമ്പുക്കലും കരിമുണ്ടിലേക്കും പോകട്ടെ നമുക്ക്. ഇതാണ് കുമ്പുക്കൽ കുരുമുളക്. ഏകദേശം 1.5 മാസം പ്രായത്തിന് കയറി വരണം കേട്ടോ. നമ്മൾ ചെന്തലട്ടയും കേട്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ചുറ്റും കാണാൻ കഴിയും കുമ്പുക്കൽ ഉണ്ടായത്. ഇതൊരു അടുത്ത സെറ്റ് ഓഫ് കുമ്പുക്കൽ 3 വെച്ചിട്ടോ, കവുങ്ങുമ്മല ചെയ്തത്. 3 ഉണ്ട്. അത്യാവശ്യം പിടിച്ച് തരണം കേട്ടോ 1.5 മാസം കൊണ്ട്. ഇവിടെ നമ്മൾ കരിമൂണ്ട് അതിനകത്ത് പെട്ടതുണ്ട് കേട്ടോ, തെഴുത്ത് വരണുണ്ട്. ഇത് ഏകദേശം 1.5 മാസം പ്രായമായിട്ട് കേട്ടോ. ഈ കാണുന്ന കുമ്പുക്കലൊക്കെ എനിക്ക് ഫ്രീ ആയി കിട്ടിയ കേട്ടോ. കുമ്പുക്കൽ ഭയങ്കര ഡിമാൻഡാണ്. എനിക്കൊരു കർഷകന് അയച്ചു തന്നതാണ്, അല്ലെങ്കിൽ എടുത്ത് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഫ്രീ ആയിട്ട് കുറേ വള്ളികൾ തന്നിരുന്നു. അപ്പോൾ കുറേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഒരു 1.5 മാസം പ്രായമുള്ള ഒരുപാട് കുരുമുളകുണ്ട് കേട്ടോ, കുരുമുളക് വെറൈറ്റികൾ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മനു, ഞാൻ ജൻസി കർഷകനാണ്. എനിക്ക് ഏകദേശം 21 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ജോലിയോടൊപ്പം ചെറിയ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റായി കാണുകയാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അയക്കുക. അപ്പോൾ നമ്മൾ ഓരോ കുരുമുളകിലേക്കും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതൊരു 1.5 മാസം മുമ്പ് കരിമുണ്ട് ഇനത്തിൽപ്പെട്ടത് നമ്മൾ വള്ളിയിട്ടേ കേട്ടോ. അത് പിടിച്ച് വരുന്നുണ്ട്, അവിടെയും കാണാൻ കഴിയും. അപ്പോൾ ഞാൻ അപ്പുറത്തും കാണാൻ കഴിയും വരുന്നത്. നമ്മൾ കെട്ടിക്കൊടുക്കണം. ഇത് ഏകദേശം 1.5 മാസം പ്രായമുള്ള കരിമുണ്ടാട്ടോ. ഇനി നമ്മൾ കുമ്പുക്കലിലേക്ക് പോവാം. ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കുരുമുളക് ഏതാ വെച്ചാൽ ഞാൻ പറയും കുമ്പുക്കലിന്. ആ കുമ്പുക്കൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നല്ല രോഗങ്ങൾ പ്രതിരോധിക്കാൻ നല്ല കഴിവുണ്ട്. പിന്നെ എന്താണ്, ഈസിലി നല്ല കട്ടിയുള്ള തീരുണ്ട്, നല്ല കിലോ വെയിറ്റ് കിട്ടും. അപ്പോൾ കുമ്പുക്കൽ നല്ലൊരു ചോയ്സാണ്. ഇപ്പോൾ ഒരു കുരുമുളക് കൃഷി പുതിയതായി തുടങ്ങുന്നവർക്ക് എന്തായാലും കുമ്പുക്കൽ ഈസ് എ ഗുഡ് ചോയ്സ്. ആൾസോ കരിമുണ്ട് നല്ല ലിറ്റർ വെയിറ്റ് ഉണ്ടോ. കരിമുണ്ട് നമ്മൾ പ്രധാനമായിട്ട് 90s ആയിട്ട് ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരാൾക്ക് ഒഴിവാക്കിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ ട്രെൻഡ് കരിമുണ്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുമ്പുക്കലേക്ക് പോകാം. ഇവിടെയും കണ്ടില്ലേ പുതിയ കുമ്പുക്കൽ ഞാനിവിടെ ഇട്ടു. അപ്പോൾ പുതിയ തെഴുത്ത് കയറി പോകുന്നുണ്ട്. ഇതും കവുങ്ങാട്ടോ. ഇനി നമുക്ക് 1 കൊല്ലം പ്രായമായിട്ടുള്ള നമ്മളെ സ്വന്തം എന്താ പറയുക കുറ്റിക്കുരുമുളക് കാണാം. കുറ്റിക്കുരുമുളക് കാണിച്ചു കേട്ടോ കരിമുണ്ടൻ്റെ. ഇത് കരിമുണ്ട കുറ്റിക്കുരുമുളക് കേട്ടോ. ഈ തിരി നോക്കി നിങ്ങൾ, നല്ല കട്ടില്ലേ. ഏകദേശം 2 മാസമായിട്ട് തിരിയിട്ടിട്ടുള്ളൂ കേട്ടോ. പുതിയ തിരിയിടുണ്ടേ. ഇനി നമുക്ക് 1 വർഷം പ്രായമായിട്ടുള്ള കുമ്പുക്കലേക്ക് പോയി കേട്ടോ. കുമ്പുക്കൽ ഗ്രോത്ത് കാണിച്ചു തരാം. ഇത് ഏകദേശം 1 വർഷം പ്രായമായിട്ടുള്ള നമ്മളെ സ്വന്തം കുമ്പുക്കലാട്ടോ. പുതിയ തിരികളൊക്കെ വരുന്നുണ്ട്. പുതിയ മഴ ഇതപ്പോൾ ഇട്ട കേട്ടോ. ചുറ്റും കാണാൻ കഴിയും. ഏകദേശം 1 വർഷം പ്രായമായിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മളെ കരിമുണ്ട തിരിയിട്ട് വരുന്നുണ്ട്. അടിയിലേക്ക് നോക്കിയാൽ കാണാം. കവുങ്ങുമ്മലാട്ടൊക്കെ ചെയ്തത്. ഇനി നമുക്ക് അറക്കമുണ്ടി എന്നൊരു കുരുമുളക് കാണിച്ചു കേട്ടോ. അത് തെഴുത്ത് വരണേ ഉള്ളൂ. അതിന് കായൊന്നുമില്ല. ഏകദേശം 1.5 മാസം പ്രായമായിട്ടേ ഉള്ളൂ കേട്ടോ. കാണിച്ചേ. ഇതാട്ടോ അറക്കമുണ്ടി. തെഴുത്ത് വരുന്നുണ്ട്. ഇവിടെയും കാണാൻ കഴിയും. ഇത് നമ്മൾ കെട്ടി കൊടുക്കണം. കവുങ്ങുമ്മലായതും ചെയ്തു കേട്ടോ. അത്യാവശ്യം ഇവിടെ കുറച്ച് കവുങ്ങുകളുണ്ട്, നമുക്ക് ചെയ്തിക്കണേ. ഈ ഇനം കുരുമുളകൊക്കെ ഞാൻ ചെയ്ത് വെച്ചാൽ ചെന്തല കയറ്റി വിട്ടാ കേട്ടോ. അതായത് നമ്മൾ കുരുമുളകിൻ്റെ നിലത്തോട് ഓടുന്ന റണ്ണിങ് ഷൂട്ട് അഥവാ ചെന്തല, അത് നമ്മൾ നല്ല ഇനം കുരുമുളക് നോക്കി മുറിച്ചെടുത്ത് ഞാൻ മണ്ണിട്ട് ചെന്തല കയറ്റി വിട്ടതാണോ. അതുകൊണ്ടാണ് ഇത്ര വളർച്ച ഉണ്ടായത്. അപ്പോൾ ചെന്തല കയറ്റിയിട്ട് അതായത് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവും. പക്ഷേ എല്ലാവരും വീഡിയോ കാണുമ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങി കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പോരായ്മകളോ എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും പോയാലുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കുക. താങ്ക് യു ഗൈസ്.